ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരവസരം ഒരുക്കി തന്നായിട്ടുള്ള ഷാജി സാറിനോടും പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 15, 23 മുതൽ 28 വരെ. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചും കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തേശു കൂടെ ഞങ്ങളെ അളവില്ല സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അല്പസമയം നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തിരുവചനം ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ ആഴമായ കർത്താവെ വചനങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിയുവാനുള്ള ദൈവകൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുവാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരവെള്ളുമാറാണമേ. രക്ഷ സകല മനുഷ്യവർഗത്തിനും അവകാശപ്പെട്ടതാണ്. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ എന്ന വിവേചനമില്ലാതെ ഏവരെയും അവൻ സ്വീകരിക്കുന്നു. രോഗികൾക്ക് നേരിട്ട് യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വരുവാൻ സാധിക്കാതെ വരുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവര് യേശുവിന്റെ അടുക്കലേക്ക് വന്ന് അവരുടെ ആവശ്യം പറയുന്നതായിട്ട് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. യായിറോസ്, പള്ളിപ്രമാണിയായിരുന്ന യായിറോസ് തന്റെ മകൾ മരണത്തോടടുത്ത് രോഗിയായിരിക്കുന്നു എന്ന് യായിറോസ് വന്ന് യേശു കർത്താവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യായിറോസിന്റെ ആവശ്യം അവന്റെ മകളുടെ സൗഖ്യമായിരുന്നു. യേശു അവരുടെ ഭവനത്തിലേക്ക് ചെല്ലുവാനായിട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് ഉടനെ ആൾ വന്ന് പറയുന്നുണ്ട്, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, മകൾ മരിച്ചുപോയി എന്ന്. എന്നാൽ അദ്ദേഹത്തോട് യേശു കർത്താവ് പറയുന്നത്, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവൾക്ക് സൗഖ്യമായി. അവൾ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, ജീവനുള്ളവളായി തീർന്നു എന്നുള്ളത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ സദാധിപന്റെ ദാസൻ രോഗിയായി കിടക്കുമ്പോൾ യേശു കർത്താവിന്റെ അടുക്കലേക്ക് ആൾക്കാരെ വിടുന്നുണ്ട്. അവിടെ യേശു കർത്താവിന്റെ അടുക്കൽ വിടുമ്പോൾ യേശു കർത്താവ് സൗഖ്യം കൊടുക്കുമെന്നുള്ളത് ഈ സദാധിപന് നല്ലതുപോലെ അറിയാമായിരുന്നു. യേശു കർത്താവ് സദാധിപനോട് പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് അവിടെ യേശു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കനാന്യ സ്ത്രീ തന്റെ മകൾക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. തന്റെ മകൾ ദീനമായി കിടക്കുന്നു. യേശു കർത്താവിന്റെ അടുക്കൽ വന്ന അവരുടെ ആവശ്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാർ അയിത്തം പുലർത്തിയിരുന്നതായിട്ടുള്ള സോർ സീദോൻ എന്ന പട്ടണങ്ങളിലേക്ക് യേശു കടന്നു ചെന്നപ്പോഴാണ് കനാന്യ സ്ത്രീ യേശുവിനെ സമീപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യഹൂദന്മാർ തങ്ങളാണ് ദൈവത്തിന്റെ ജനമെന്നും അവകാശപ്പെട്ടുകൊണ്ട് പോകുന്നതായിട്ടുള്ള തലമുറയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തില് യേശുവിനെ ദുഃഖിപ്പിക്കുകയും അതിശക്തമായ ഭാഷയിൽ അവരോട് പറയുകയും
അവർക്ക് വരാൻ പോകുന്ന ഭയങ്കര വിപത്തുകളെ പറ്റി അവർക്ക് താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്നതായി നാം വായിക്കുന്നു. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കയില്ല എന്ന് എബ്രായന കർത്താവ് 11-ാം അധ്യായം എബ്രായർ 11:6 പറയുന്ന അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം പലപ്പോഴും ചിന്തിക്കും നാമൊക്കെ എന്തൊക്കെയോ ആണ് എന്നുള്ളതായിട്ടുള്ള ചിന്ത പലപ്പോഴും നമ്മളെ ഭരിക്കാറുണ്ട്. എന്നാല് ദൈവത്തിന്റെ കൃപയാകുന്നു നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. എന്റെ കഴിവുകൊണ്ടോ എന്റെ പ്രാപ്തി കൊണ്ടോ ഒന്നും സാധിക്കയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ കനാന്യ സ്ത്രീയോടാകട്ടെ അല്പം അവഗണന കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാനായിട്ടും അവളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനായിട്ടാകുന്നു യേശു അവളോട്, നമുക്ക് തോന്നാം അവളോട് അവഗണന കാണിക്കുന്നുവെന്ന്, എന്നാൽ അവളുടെ വിശ്വാസത്തിനെ ഉറപ്പിക്കുവാനായിട്ട് പറയുന്നതായിട്ടുള്ള വാക്കുകളാകുന്നു അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തിൽ നാൾക്കുനാൾ മുതിർന്നു വരുവാനും കർത്താവ് നമ്മെ അവിടെ ആവശ്യപ്പെടുന്നു. വിശ്വാസത്തിൽ നാം ഉറയ്ക്കുവാനും വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. ഈ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ചില സവിശേഷതകൾ നമുക്ക് അല്പസമയം ചിന്തിക്കാമെന്നാകുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നാം അവളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന വിശ്വാസമായിരുന്നു അവളുടേത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രതിസന്ധികളെ അതിജീവിക്കുന്നു. എന്താകുന്നു അവൾക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നത്? യേശുവിന്റെ അടുക്കൽ വരുവാൻ അവരുടെ മുൻപിൽ അനേക പ്രതിസന്ധികളുണ്ട്. ഒന്നാമതായിട്ട് നാം നോക്കുമ്പോൾ ആവർത്തന പുസ്തകം 7-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ 7 ജാതികളെ കുറിച്ച് അവിടെ പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആ ജാതികളിൽ ഒന്നാകുന്നു ഈ കനാന്യര്. അവരെ മുഴുവനായിട്ട് നശിപ്പിക്കുവാനായിട്ട് കൽപ്പന കൊടുക്കുന്നതായിട്ട് ആവർത്തന പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ യഹൂദന്മാർ ഏറ്റവും വെറുക്കുന്നതായിട്ടുള്ള ഒരു ജാതിയിൽ പെട്ടതായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ കനാന്യ സ്ത്രീ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കനാന്യരോടുള്ള അവരുടെ മുൻപിൽ ഒരു തടസ്സമായിരുന്നു. യേശു കർത്താവ് യഹൂദനാണ്. അപ്പോൾ ഈ യഹൂദനായിട്ടുള്ള യേശു കർത്താവിന്റെ അടുക്കല് ഈ കനാന്യ സ്ത്രീ കടന്നു വരുമ്പോൾ എന്തായിരിക്കും പ്രതികരണം? ഇത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഇതാകുന്നു അവരുടെ ഒന്നാമത്തെ പ്രതിസന്ധി. രണ്ടാമത് അവിടെ നമുക്ക് നെഹമ്യാവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ, നെഹമ്യാവ് ശൂഷൻ രാജധാനിയിലെ പാനപാത്രവാഹകനായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. എന്നാൽ തന്റെ രാജ്യത്തെക്കുറിച്ചും തന്റെ ജനത്തെക്കുറിച്ചും നെഹമ്യാവ് അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മതിൽ വെന്തു കിടക്കുന്നു, ജനം വളരെയധികം കഷ്ടപ്പെടുന്നു. ഇതൊക്കെയും കേട്ടപ്പോൾ നെഹമ്യാവിന് വളരെയധികം വേദനയുണ്ടായി. എന്നാൽ തന്റെ ദേശത്ത് നിന്ന് വളരെയധികം വിദൂരതയിലാണ് ഇപ്പോൾ നെഹമ്യാവ് ഉള്ളത്. എന്നാൽ ആ പ്രതിസന്ധികള്, ആ ദൂരമോ മറ്റു പ്രയാസങ്ങളോ മറ്റു പ്രതിസന്ധികളോ ഒന്നും നോക്കാതെ നെഹമ്യാവിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നെഹമ്യാവ് തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ഇറങ്ങി തിരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാകുന്നു? ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം തരുമെന്നുള്ളതായിട്ടുള്ള ആ വലിയ വിശ്വാസമാകുന്നു നെഹമ്യാവിനെ അതിലേക്ക് നയിച്ചത്. ഇവിടെ നാം കനാന്യ സ്ത്രീയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും ഇവൾ കനാന്യ സ്ത്രീ ആകുന്നുവെങ്കിലും ദൈവം തന്നോട് കരുണ കാണിക്കുമെന്നുള്ള വലിയ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. രണ്ടാമത് അവളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവളൊരു സ്ത്രീ ആകുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു ചിന്ത, അതാകുന്നു അവളുടെ രണ്ടാമത്തെ പ്രതിസന്ധി. യഹൂദന്മാർ സ്ത്രീയെ വളരെയധികം താഴ്ന്ന നിലയിൽ അല്ലെ ഒരു വിലയും കൽപ്പിക്കാത്തതായിട്ടുള്ള ഒരു കാലമായിരുന്നു അന്നെന്നുള്ളത് തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദന്മാര് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ പോലും റോഡിൽ വെച്ചോ മറ്റോ വിജനമായ സ്ഥലത്ത് വെച്ചോ സംസാരിപ്പാൻ പോലും സാധിക്കാത്തതായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന്. അത് മാത്രമല്ല,
യഹൂദന്മാരുടെ പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥിക്കുന്നത് ഒരു സ്ത്രീയായും ഒരു നായായും ജനിക്കാഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു ആവുന്നു അവർ പറയുന്നത്. അപ്പോൾ അത്രമാത്രം സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും സമൂഹത്തിൽ കൊടുക്കാത്തതായിട്ടുള്ള ഒരു കാലത്താണ് ഇവൾ യഹൂദനായ യേശു കർത്താവിന്റെ അടുക്കല് അവരുടെ ആവശ്യവുമായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് അവരുടെ മത നിയമങ്ങൾ അവൾക്ക് തടസ്സമായിരുന്നു. അന്യ മതത്തിൽപ്പെട്ട ഒരുവൾക്ക് യഹൂദ റബിയുടെ അടുക്കൽ വരുവാൻ നിയമം തടസ്സമായിരുന്നു. എന്നാൽ ഈ കനാന്യ സ്ത്രീയുടെ വിശ്വാസം ഈ അതിർവരമ്പുകളെ അതിജീവിച്ചു. അവൾക്ക് ഈ പ്രതിസന്ധികളൊന്നും ഈ തടസ്സങ്ങളൊന്നും അവള് ചിന്തിക്കുന്നില്ല. പിന്നെയോ അവൾക്ക് ലഭിക്കേണ്ടത് അവളുടെ മകളുടെ സൗഖ്യമാകുന്നു. ഈ പ്രതിസന്ധികളെ എല്ലാം അവൾ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മടുത്തു പോകാത്ത അവളുടെ വിശ്വാസമാകുന്നു. യേശു കർത്താവ് അവളോട് പറയുന്നുണ്ട്, യേശുവിനോട് അവളെ ആവശ്യം അവൾ നിലവിളിച്ച് പറഞ്ഞപ്പോൾ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവളോട് ഒരു വാക്ക് പോലും, എൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കണമെന്ന് യേശു കർത്താവിനോട് പറഞ്ഞപ്പോൾ യേശു കർത്താവ് ഒരു വാക്ക് പോലും അവളോട് സംസാരിച്ചില്ല എന്നാകുന്നു തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എത്രമാത്രം നമ്മുടെ ലോകപ്രകാരം നാം ചിന്തിക്കുമ്പോൾ എത്രമാത്രം അവഗണനയാകുന്നു അവിടെ ലഭിച്ചതെന്ന് നമുക്ക് തോന്നാം. എന്നാൽ അത് മാത്രമല്ല, അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവളോട് അപേക്ഷിച്ചു. അവന്റെ ശിഷ്യന്മാര് അവളോട് പറയാവുന്നു, എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നതായിട്ടുള്ള ശിഷ്യന്മാര്. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അതിനെ അവൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. വീണ്ടും അവൾ തന്റെ ആവശ്യം കർത്താവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളായിരുന്നു ലോകപ്രകാരം നാം ചിന്തിക്കുമ്പോൾ നമ്മളായിരുന്നുവെങ്കിൽ ഒരു പ്രതികരണമില്ലാതെ ഈ ആളിനോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് എന്ത് പ്രയോജനമെന്ന് നമ്മൾ ചിന്തിക്കുമായിരുന്നു. എന്നാൽ അവളുടെ ആവശ്യം അവൾ പറയുന്നത് ആരോടാകുന്നു എന്നുള്ളതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യവും ആ ആളിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും അവൾക്കുണ്ടായിരുന്നുകൊണ്ട് അവൾ വീണ്ടും കർത്താവിനോട് വന്ന് പറയുകയാകുന്നു, എന്നെ സഹായിക്കണമേ എന്ന് അവൾ വീണ്ടും കർത്താവിനോട് പറയുന്നു. അപ്പോൾ പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ വീണ്ടും യേശു കർത്താവോട് പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൾ വീണ്ടും പറയുന്നത്, അവളുടെ ആവശ്യം അവൾ പിന്തിരിഞ്ഞു പോകുവാനല്ല ആഗ്രഹിക്കുന്നത്. അവൾ വീണ്ടും വീണ്ടും തന്റെ ആവശ്യം കർത്താവിനോട്, യേശു കർത്താവിനോട് പറയുന്നതാവും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പക്ഷെ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ നിർത്തുന്നവരാകുന്നു എന്നുള്ളത് നാം തന്നെ ചിന്തിക്കുക. എൻ്റെ ജീവിതത്തില് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇനി നടക്കുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വിധി എഴുതിയതായിട്ടുള്ള കാലങ്ങളുണ്ട്. ആ സമയങ്ങളൊക്കെ ഞാൻ ഒന്നു മാത്രമായിട്ട് കർത്താവിനോട് പറയുമായിരുന്നു, കർത്താവെ നിന്റെ ഹിതം. 40 വർഷക്കാലമായി ഈ വയൽ പ്രദേശത്ത് പ്രവർത്തിപ്പാൻ തക്കോണം ദൈവം എന്നെ സഹായിച്ചു. പ്രാർത്ഥന കേൾക്കുന്നവനായിട്ടുള്ള ദൈവം ജീവിക്കുന്നു. എന്നാൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉടൻ മറുപടി ലഭിച്ചില്ല എന്ന് വരാം. ചിലപ്പോൾ അതിന് ദീർഘനാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ വിശ്വാസത്തോടുകൂടെ നാം പ്രാർത്ഥിക്കുകയാകുന്നെങ്കിൽ ഏത് വിഷയത്തിന്മേലും പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ നാം ആരോഗ്യം അനുഭവിച്ചിട്ടുള്ളവരാകുന്നു എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ഈ കനാന്യ സ്ത്രീ അവളുടെ ആവശ്യം വീണ്ടും വീണ്ടും കർത്താവിനോട് ബോധിപ്പിക്കുന്നു. വേണമെങ്കിൽ അവൾക്ക് അവിടുന്ന് പോകാമായിരുന്നു. എന്നാൽ അവൾ നിരാശപ്പെടുകയല്ല. പിന്നെയോ ആ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട്
ഈ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ളതായിട്ടുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് അവൾ മുന്നോട്ട് പോയി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഒടുവിൽ കർത്താവ് പറയുന്നത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. അവളുടെ വിശ്വാസം വളരെ വലുതായിരുന്നു. അവളുടെ ഇഷ്ടം സാധിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും രോഗത്തിന്റെയും ഒക്കെ മധ്യത്തില് നാം ദൈവത്തിൽ ആശ്രയിച്ചതിന് ശേഷം പിന്തിരിഞ്ഞു പോകുന്നവരാകുന്നു, അതോ ദൈവത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ നമുക്ക് തിരിഞ്ഞ് ചിന്തിക്കാം. അതിന് ദൈവം സഹായിക്കും.